ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മുടെ HSA ഫിസിക്കൽ സയൻസ് എക്സാം അതുപോലെ തന്നെ പല HSA എക്സാമുകളും വിളിച്ചു കഴിഞ്ഞു. നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്തു. ഇനി പഠിക്കേണ്ട ടൈമാണെന്നൊക്കെ നമ്മൾ ഒരുപാടായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെ ജോലി ചെയ്യായിരുന്നു. ഇതുവരെ സ്കൂളുകളിൽ ഡെയിലി വേജായിട്ടും അൺഎയ്ഡഡ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടും ഒന്നും പഠിക്കാനായിട്ട് സമയം കിട്ടാത്തവർക്കും, അതുപോലെ തന്നെ ഇപ്പോൾ B.Ed കംപ്ലീറ്റ് ചെയ്ത് PG ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ പഠിക്കാൻ സമയം കിട്ടിയില്ല, ഇനി വേണം പഠിക്കാൻ, അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അതായത് HSA ഫിസിക്കൽ സയൻസ് എങ്ങനെ 90 ഡേയ്സിൽ 90 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ HSA ഫിസിക്കൽ സയൻസ് സിലബസ് കവർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തായിട്ട് പഠിക്കുന്ന ഒരു സിലബസ് അല്ല. അതല്ല, സിലബസ് അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ അങ്ങനെയല്ല. നമുക്ക് എല്ലാ എക്സാമിനും നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്നാണെങ്കിൽ നമുക്ക് സർഫസിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സർഫസായിട്ട് മൊത്തത്തിലൊരു സിലബസ് കൊണ്ടുപോയി പഠിക്കാം. അല്ലെങ്കിൽ നമുക്കതിൻ്റെ റൂട്ടിലോട്ട് ഇറങ്ങി ചെന്ന് എല്ലാ കാര്യങ്ങളും പോയിൻ്റായി പഠിക്കാം. അത് രണ്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പക്ഷേ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കാര്യം വരുമ്പോൾ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ HSA ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ 5-6 വർഷങ്ങളായിട്ട് വിളിച്ചിട്ടില്ല. സിലബസ് മാറി, അതായത് മൊത്തത്തിലുള്ള എക്സാമിൻ്റെ പാറ്റേൺ മാറി, നമ്മുടെ PSCയുടെ എക്സാം പാറ്റേൺ മാറി. അതിനുശേഷം ഒരു HSA ഫിസിക്കൽ സയൻസ് വിളിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്തായിരിക്കും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, എവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമുക്കൊന്നും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല, മുൻകൂട്ടി പറയാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. പക്ഷേ നമുക്ക് എങ്ങനെ 90 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കുന്നത്. അതിൽ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊരു 3 മണിക്കൂർ, മസ്റ്റായിട്ടൊരു 3 മണിക്കൂർ പഠിക്കേണ്ട ഒരു സ്റ്റഡി പ്ലാനാണ്. അതായത് ഒരു ദിവസത്തിൽ 3 മണിക്കൂർ മിനിമം പഠിക്കണം, പ്ലസ് മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യണം, പ്ലസ് റിവിഷനും. ഒരു എക്സാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസത്തെ ഫുള്ള് സ്റ്റഡി കഴിഞ്ഞ് പിറ്റേ ദിവസം പഠിക്കാനിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണോ പഠിച്ചത് അത് റിവൈസ് ചെയ്ത് അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ കിട്ടാമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കളക്ട് ചെയ്ത് അത് ആൻസർ ചെയ്തിട്ട് വേണം അടുത്ത ടോപ്പിക്ക് പഠിക്കാനായിട്ട്. അല്ലാതെ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ടോപ്പിക്ക് എന്ത് ചെയ്യരുത്, പഠിക്കാതെ, അതായത് ഇപ്പോൾ സലേസ് റിവിഷന് വേണ്ടി മാത്രം ഒരു ദിവസം കളയരുത്. കറക്റ്റ് നമ്മൾ ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ ഒരു ആഴ്ചയിലെ 7 ദിവസവും എങ്ങനെ പഠിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വരും, അല്ലെങ്കിൽ നമുക്ക് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ട്, അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ എന്ത് വന്നാലും ഒരു ദിവസം 3 മണിക്കൂറും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി ഹവർ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറൊക്കെ ആയിട്ടായിരിക്കും. ഓഗസ്റ്റിലായിരിക്കും എന്നാണ് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് 90 ദിവസം ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ 1 മുതൽ ജൂൺ വരെ ആയിരുന്നു. അത് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം മുതൽ ഇന്നത്തെ ഡേറ്റ് മുതൽ 90 ദിവസം നമുക്ക് എങ്ങനെ കൺവീനിയൻ്റായിട്ട് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എങ്ങനെ കൺവീനിയൻ്റായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്ന് മുതലാണോ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അതാണ് നമ്മൾ ഡേ 1 ആയിട്ട് കണക്കാക്കുന്നത്. അല്ലാതെ കലണ്ടറിലെ ഡേ 1 അല്ല. നമ്മൾ എന്ന് മുതലാണോ കംപ്ലീറ്റ് പഠിക്കാൻ തുടങ്ങുന്നത് അതാണ് നമ്മുടെ ഡേ 1 ഓഫ് സ്റ്റഡി. അതിൽ ഫുൾ സിലബസ് നമുക്ക് എന്ത് ചെയ്യാം, സർഫസിൽ പഠിച്ചു പോകാം. അതായത് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് അതിൽ നിന്ന് വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് അങ്ങനെ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ സിലബസിനെ അറിഞ്ഞ് നമുക്കതിന് ഏതൊക്കെയാണ്, എന്താണ് ആ സിലബസിൽ ചോദിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലോ അത്. നമ്മൾ +2-നും ഡിഗ്രിക്കും പഠിച്ച കാര്യങ്ങളുടെ അപ്പുറമായിട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുകയാണെന്ന് പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഏറെക്കുറെ ഒരു 60%-70% നമ്മുടെ ഡിഗ്രി കാലഘട്ടത്തിനുള്ളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം നമ്മളൊന്നുകൂടെ ഓർത്തെടുക്കുക, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പോക്ക്. പിന്നെ ഈ ഫുൾ സിലബസ് കവർ ചെയ്യാൻ എന്നതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇൻഡെപ്ത് നോളജ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. നമ്മൾ സിലബസിനെ അറിയുക, സിലബസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അതിൽ തന്നെ 1 മന്ത് കംപ്ലീറ്റ് റിവിഷനാണ് വിത്ത് മോഡൽ ആൻസറിങ്. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ചാനലിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ബ്ലോഗുകളിൽ നിന്നൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്ലസ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻസും കിട്ടുന്നതാണ്. എങ്ങനെയാണ് 90 ദിവസം കൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഞാനിപ്പോൾ ഡെയിലി ഞാൻ കണക്കാക്കിയിട്ടുള്ളൊരു 3 ഹവറാണ്. ആ 3 ഹവറിൽ നിങ്ങൾക്ക്
എത്ര വേണമെങ്കിലും കൂട്ടാം സ്റ്റഡി ടൈം. അത് നിങ്ങളുടെ കൺവീനിയൻസാണ്. ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് വീട്ടമ്മമാരെയും ഒരുപാട് മക്കളൊക്കെ ഉള്ളവരൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ 3 ഹവർ എന്ന് പറഞ്ഞത്. മിനിമം 3 ഹവറാണ്. ഈ 3 ഹവർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ടായിരിക്കും, വെക്കേഷൻ ആകുമ്പോൾ കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 മണിക്കുള്ളിൽ ഇവരെല്ലാം കിടത്തി ഉറക്കിയിട്ട് 11, 12, 1 1 മണി വരെ ഒരു 3 ഹവർ പഠിക്കാനിരിക്കുക. പിന്നെ ബാക്കി സമയം ഒരു 6 മണിക്കൂർ 5 മണിക്കൂർ കടന്നുറങ്ങി പിന്നെ രാവിലെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും ബുദ്ധിമുട്ട് വരില്ല. ഒപ്പം നിങ്ങൾ നിങ്ങളുടെ പഠിത്തവും കൂടെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഒരാഴ്ചയിൽ 6 ദിവസം നമ്മൾ പഠിക്കാനായിട്ട് എടുക്കുന്നു, പ്ലസ് ഒരു ഡേ. അത് സൺഡേ തന്നെ വേണമെന്നില്ല, ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് റിവിഷനായിട്ട് എടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് തിങ്കൾ മുതൽ ശനി വരെ പഠിക്കുന്നു, ഞായറാഴ്ച റിവൈസ് ചെയ്യുന്നു എന്നാണ്. പക്ഷെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിലും ഞായറാഴ്ച ചിലപ്പോൾ ഒഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല, ഞായറാഴ്ച റിവൈസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ദിവസം നമുക്ക് ഒരു ഫുൾ ഡേ ഇരുന്ന് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് സമയം എടുത്തിരുന്ന് റിവൈസ് ചെയ്യാൻ സമയം കിട്ടുന്ന ദിവസം ഏതാണോ ആ ദിവസം നമുക്ക് റിവൈസ് ചെയ്യാനെടുത്ത് ബാക്കിയുള്ള 6 ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് എടുക്കാം. പിന്നെ സിലബസിലോട്ട് കിടക്കുകയാണെങ്കിൽ 8 മോഡ്യൂളാണ് നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ളത്. 8 മോഡ്യൂളിൽ ഫിസിക്സും വരുന്നുണ്ട്, കെമിസ്ട്രിയും വരുന്നുണ്ട്, പ്ലസ് എന്ത് വരുന്നുണ്ട്, നമ്മുടെ റിമൈൻസൻസ്, ഫ്രീഡം മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ GK ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ കണക്കാക്കി വെച്ച് നോക്കുമ്പോൾ ഒരു മോഡ്യൂളിന് 11 ദിവസം വെച്ചിട്ടാണ് നമുക്ക് ഒരു മോഡ്യൂളിന് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചില ടോപ്പിക്കുകൾ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ആ ഈസിയുള്ള ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കുറച്ച് സ്പീഡിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയെ ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില മോഡ്യൂൾസും നമുക്ക് ഭയങ്കര ടഫായിരിക്കും, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത ടോപ്പിക്കൊക്കെ ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സമയം നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ കൂടുതൽ സമയം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈസിയുള്ള ടോപ്പിക്കുകൾ കുറച്ചും കൂടെ നമുക്ക് പിടിക്കാൻ പറ്റണം. ആ സമയത്ത് നമുക്ക് എളുപ്പമുള്ള ടോപ്പിക്ക് പെട്ടെന്ന് പഠിച്ച് നമുക്ക് നമ്മുടെ ആ ടൈം അങ്ങ് ബാലൻസ് ചെയ്യാൻ പറ്റണം. പിന്നെ ലാസ്റ്റ് 7 ഡേയ്സ്, അതായത് ഒരു മാസത്തിലെ ഫൈനൽ റിവിഷന് ലാസ്റ്റ് 7 ഡേയ്സ് ഞാൻ കണക്കാക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ പഠിച്ച് ജൂണിലെ ലാസ്റ്റ് 7 ഡേയ്സ് കണക്കാക്കി ജൂണിലെ ലാസ്റ്റ് 7 ഡേയ്സ് അല്ലെങ്കിൽ ജൂലൈയിലെ ഫസ്റ്റ് 7 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ റിവിഷന് വേണ്ടി എടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് എക്സാം വരുന്നത് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയി റിവൈസ് ചെയ്യുക. അത് നമ്മൾ എത്രയാണോ പഠിച്ചത്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പുതിയ ടോപ്പിക്കുകൾ പഠിക്കാൻ സമയം കാണാൻ നിൽക്കരുത്. കാരണം നമ്മൾ പഠിച്ച കാര്യം വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ പഠിത്തം. നമ്മൾക്ക് തോന്നുന്നു അയ്യോ ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്രയും കൂടെ നന്നായി എഴുതാമല്ലോ, അയ്യോ ഇത് പഠിച്ചില്ലല്ലോ, ഇത് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് എഴുതായിരുന്നല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ അവസാന നിമിഷം വെച്ചിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എഴുതാൻ എത്ര നന്നായിട്ട് എഴുതാൻ പറ്റും അങ്ങനെ എഴുതാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോവാം. ഇനി നമ്മൾക്ക് എങ്ങനെ പഠിക്കാൻ നോക്കാം. അതിൽ ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ജനറൽ നോളജും റിനൈസൻസും ഫ്രീഡം മൂവ്മെൻറ്റുള്ള ഭാഗങ്ങളില്ലേ അത് പഠിച്ചു പോകുന്നതാണ്. അത് 20 മാർക്കിനാണ് സാധാരണ ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 20 മാർക്കിനാണ് നമ്മുടെ GK ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതും 80 മാർക്കിനാണ് നമ്മുടെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ഈ 20 മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ 20 മാർക്കായിരിക്കും നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ വരെ ഇവിടുന്ന് 20 മാർക്കിൻ്റെയാണ്, ഈ ഭാഗത്തു നിന്നാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ 20 മാർക്കിന് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ 80 മാർക്കിൻ്റെ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ സബ്ജക്റ്റ് പോർഷൻ നമുക്ക് തറാവുമ്പോഴാണ് 20 മാർക്കിൻ്റെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ 80 മാർക്കിൻ്റെ നമ്മുടെ സബ്ജക്റ്റ് പഠിക്കാതെ ഈ 20 മാർക്കിൻ്റെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഏരിയ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് പോയിട്ട് കട്ട് ഓഫിൻ്റെ അയലത്ത് പോലും എത്താൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന, അതായത് ഒരു കോമൺ സെൻസോടെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതായത് ഈ 20 മാർക്ക് ഈ റിനൈസൻസ്, ഫ്രീഡം മൂവ്മെൻറ്റ്, അതുപോലെ ജനറൽ നോളജ് എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ഏരിയയാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ UPയുടെ സിലബസൊക്കെ പോലെ സ്പെസിഫൈ ചെയ്ത് ഇന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് നമ്മുടെ HSIയുടെ സിലബസിൽ പറയുന്നില്ല. അത് ജസ്റ്റ് ടോപ്പിക്കുകളുടെ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു വാസ്റ്റ് ഏരിയയാണ്, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആ ഭാഗത്തുനിന്ന് എവിടെ നിന്നാണോ പഠിക്കേണ്ടത്, എന്താണോ പഠിക്കേണ്ടതെന്ന് അറിയാത്ത രീതിയിലുള്ള വാസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ഫസ്റ്റ് 2 വീക്കിൽ അതിൽ ഓരോ ഭാഗങ്ങളും ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ എന്ത് ചെയ്യുക, കീ ഫിഗേഴ്സ് റിനൈസൻസിൻ്റെ കീ ഫിഗേഴ്സ് അയ്യങ്കാളി, അതുപോലെ ശ്രീനാരായണ ഗുരു, പിന്നെ
വാഗ്ബടാനന്ദൻ, അതുപോലെയുള്ള നമ്മുടെ കീ ഫിഗേഴ്സ് ആരൊക്കെയെന്ന് അവരുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. പിന്നെ 2, 3, 4 ദിവസം നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, അപ്പോൾ പിന്നെ എന്താ പറയുക, ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതുപോലെ തന്നെ മലബാർ കലാപം, പിന്നെ വൈക്കം സത്യാഗ്രഹം, അങ്ങനെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ എന്തൊക്കെയാണെന്നും അതിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക. എല്ലാവരും ഇൻഡെപ്തായിട്ട് പഠിക്കാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ്. പിന്നെ 5 to 6 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യുക, ജനറൽ നോളജ്, കറണ്ട് അഫെയർ, അതുപോലെ സയൻസിനായിട്ട് ഇപ്പോൾ റിലേറ്റഡ് ആയിട്ട് നോബൽ പ്രൈസ്, അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ബഹിരാകാശ ദൗത്യങ്ങൾ, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക. ഈ കറണ്ട് അഫെയർ എവിടുന്ന് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ കഴിഞ്ഞ ഒരു ജനുവരി, അതായത് 2024 ജനുവരി മുതൽ 2025 ജനുവരി 2025 ഒരു ഏപ്രിൽ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിച്ചു പോകാം. ഇപ്പോൾ ഇത് മാസം മാർച്ചാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ മാർച്ചിൽ പഠിക്കുക, അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ പഠിക്കുക, അത് കഴിഞ്ഞ് ജനുവരിയിൽ പഠിക്കുക, അത് കഴിഞ്ഞ് ഡിസംബർ, നവംബർ, അങ്ങനെ പഠിച്ചു പോവാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 2024 ജനുവരിയിലെ കാര്യം മുതൽ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ ചിലപ്പോൾ 25 പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. സെയിം കാര്യത്തിൽ ഇപ്പോൾ അവാർഡുകളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരമാണെങ്കിലും അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് 2025 വീണ്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ടും ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇയാൾക്കാണോ കിട്ടിയത് അയാൾക്കാണോ കിട്ടിയത് നമുക്കൊരു ഓർമ്മ കിട്ടാത്തത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചിട്ട് ബാക്കിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒന്നുകൂടെ എളുപ്പമാവുകയും ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് റിവൈസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടെ അത് ഓർത്തിരിക്കാനും നല്ലതാണ്. പിന്നെ 8ാമത്തെയും 10ാമത്തെ ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചിങ്ങിനെ കുറിച്ചും, എന്താണ് ടീച്ചിങ്, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ടീച്ചിങ് മോഡൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ BEd പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, അതൊന്ന് റിവൈസ് ചെയ്യുക മീൻസ് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ടായിരിക്കും. പിന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ലേണിംഗ് ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് നോക്കി പോവുക. നിങ്ങൾ ഒരുപാട് സമയം ഈ ഫസ്റ്റ് പാർട്ടിന് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് ബുദ്ധി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് 11ാമത്തെ ദിവസം ഇതിൻ്റെയൊക്കെ റിവിഷൻ, നിങ്ങൾ എത്ര നിങ്ങൾ പഠിച്ചോ ആ പാഠത്തിൻ്റെ മൊത്തം റിവിഷനും പ്ലസ് ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയെങ്കിലും നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ എവിടെയാണ് എനിക്ക് കിട്ടാത്തത്, അതെന്തുകൊണ്ട് കിട്ടുന്നില്ല ഒന്ന് അനലൈസ് ചെയ്തിട്ട് പഠിത്തം ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാം. ഇനി 3ാമത്തെ വീക്കിലും 4ാമത്തെ വീക്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സബ്ജക്റ്റിലായിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ അത് നമ്മുടെ സിലബസിലെ സെക്കൻഡ് മൊഡ്യൂളുള്ള പാർട്ടിക്കിൾ ഡൈനാമിക്സും മെക്കാനിക്സും. അതിൽ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ +1 മുതലേ പഠിച്ച അല്ലെങ്കിൽ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു പോകുന്ന ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മാത്രമാണ് നമ്മൾ ഡിഗ്രി ടോപ്പിക്ക് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്നേ പഠിച്ചു വരുന്നതാണ്. പിന്നെ 18ാമത്തെ ദിവസം അല്ലെങ്കിൽ ആ ആഴ്ചയിൽ 7ാമത്തെ ദിവസം നമ്മൾ അതുവരെ പഠിച്ചത് റിവൈസ് ചെയ്യാം. പിന്നെ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, പിന്നെ ആ ഭാഗങ്ങൾ പഠിക്കുക, അത് റിവൈസ് ചെയ്യുക, പിന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോവാം. പിന്നെ 5ാമത്തെ 6ാമത്തെ വീക്കിൽ നമ്മൾ മോഡ്യൂൾ 3 ആയ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം നമ്മൾ +1ലും +2ലായിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു പോർഷനാണത്. അതിൽ കൂളംസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ലോ, അതുപോലെ ഉള്ള കാര്യങ്ങൾ, പിന്നെ AC സർക്യൂട്ട് കാര്യങ്ങളും, പിന്നെ ഡയോഡ്, ട്രാൻസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ കറക്റ്റായിട്ട് ഈ ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ ആദ്യത്തെ 6 ദിവസം പഠിച്ചു പോവുക. പിന്നെ ഓരോ ദിവസം എന്ത് ശ്രദ്ധിക്കണം, തലേ ദിവസം പഠിച്ച ടോപ്പിക്ക് റിവൈസ് ചെയ്തിട്ട് വേണം പിറ്റേ ദിവസത്തെ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങാൻ. എന്നിട്ട് വീക്കിലി റിവൈസ് ചെയ്ത് പോവാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ എല്ലാം ഈ ഒരു വീക്കിലി റിവിഷൻ്റെ സമയത്ത്, ചില റിവിഷൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് റിവൈസ് ചെയ്ത് കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മന്ത്ലി റിവിഷൻ കണ്ടക്ട് ചെയ്യുക. ആ മന്ത് പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ ഒന്നുകൂടെ നമുക്ക് ഓർമ്മ കിട്ടാനും എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നുണ്ടെന്നുള്ളൊരു ഫീല് നമുക്ക് വരാനും അതൊരുപാട് ഉപകരിക്കും. പിന്നെ 7ാമത്തെ 8ാമത്തെ വീക്കിൽ നമ്മൾ ചെയ്യേണ്ടത് മൊഡ്യൂൾ 4, അതായത് ഒപ്റ്റിക്സ്,
തെർമോഡൈനാമിക്സ്, സ്പെക്ട്രോസ്കോപ്പി. അത് അത്യാവശ്യമുള്ളൊരു ഏരിയയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചില ആളുകൾക്ക് എളുപ്പമായിരിക്കും, ചില ആൾക്ക് കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ആയിരിക്കും. ഈ ഒപ്റ്റിക്സും തെർമോഡൈനാമിക്സും ചില ആൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കായിരിക്കും, ചില ആളുകൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ടോപ്പിക്കായിരിക്കും. ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് അത്യാവശ്യം സമയം എടുത്ത് തന്നെ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുക. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻസും അത്യാവശ്യം അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ട് തന്നെ നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ NCERT പഠിക്കാണ്ടിരിക്കരുത്. NCERT നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പിന്നെ ഡിഗ്രി ലെവൽ ഹയർ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് റെഫർ ചെയ്യണേക്കാളും നല്ലത് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ NCERTയിൽ എന്താണോ പറയുന്നത്, NCERT ലെവലിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടല്ലോ, പ്ലസ് ടു ലെവലിലൊക്കെ ഉള്ള പിന്നെ നീറ്റിൻ്റെയൊക്കെ എക്സാമിന് ഈ ഏരിയയിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഒന്ന് നോക്കി വയ്ക്കുക. അത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരിക്കും. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് ആ ഏരിയ തറായോ നോക്കാനും അവിടുത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ 9ാമത്തെയും 10ാമത്തെയും പിന്നെ വീക്കിൽ നമ്മൾ ചെയ്യേണ്ടത് മോഡ്യൂൾ 5 ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സും ന്യൂക്ലിയർ സയൻസും ആണ്. അത് നമ്മൾ അത്യാവശ്യം ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ എക്സാംസിനും കണ്ടുവരുന്ന ഏരിയയാണ് ഈ റേഡിയോ ആക്ടിവിറ്റിയും പിന്നെ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ. അതായത് ഫിസിക്സ് കെമിസ്ട്രി രണ്ടിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ പിന്നെ ന്യൂക്ലിയർ ഫിസിക്സൊക്കെ. രണ്ടിലും ഒരുപോലെ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഫിസിക്സ് പഠിച്ച ആളുകൾക്കാണെങ്കിലും കെമിസ്ട്രി പഠിച്ച ആളുകളാണെങ്കിലും ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണെങ്കിലും ഈ ന്യൂക്ലിയർ ഫിസിക്സ് ആണെങ്കിലും രണ്ട് കൂട്ടരും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഇപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒരുപാട് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിറൈവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഡിഗ്രി ലെവലിലൊക്കെ. നമുക്കിതൊക്കെ ജസ്റ്റ് അത് എങ്ങനെയാണോ അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം പഠിച്ചു പോകാനും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും ഒരു തിയറി എക്സാം അല്ല എഴുതാൻ പോകുന്നത്. നമ്മളൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമാണ്, നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തിയറി അല്ല ഒരുപാട് പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ 11ാമത്തെയും 12ാമത്തെയും വീക്കിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ മോഡ്യൂൾ 6 ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് പീരിയോഡിക് ട്രെൻഡ്സ് ആണ്. അത് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്താണെന്നും ക്വാണ്ടം നമ്പർ എന്താണെന്നും അതുപോലെ തന്നെ ഓരോ ഹൈബ്രിഡൈസേഷൻ എന്താണെന്നും അത് പിന്നെ ഇപ്പോൾ പ്ലസ് ടു വരെ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിഗ്രിയിൽ കെമിസ്ട്രിക്കാർ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഫിസിക്സുകാർ ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്നാലും എന്ത് ചെയ്യുക, നമ്മളൊന്നും കൂടെ അത് റിവൈസ് ചെയ്ത് പോവുക. പല ടോപ്പിക്കുകൾ ഫിസിക്സുകാർ പഠിച്ചിട്ടുണ്ടായിരിക്കും, കെമിസ്ട്രിക്കാർ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. ചില ടോപ്പിക്കുകൾ കെമിസ്ട്രിക്കാർ പഠിച്ചിട്ടുണ്ടാകും, ഫിസിക്സുകാർ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇതൊരു ഫിസിക്കൽ സയൻസ് എക്സാം ആയതുകൊണ്ടും രണ്ട് ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും ഒരുപോലെ എഴുതുന്നതുകൊണ്ടും നമ്മളെന്ത് ചെയ്യുക, നമ്മളത് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത് ഫിസിക്സുകാരുടെ ടോപ്പിക്കാണ് കെമിസ്ട്രിക്കാരുടെ ടോപ്പിക്കാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് പഠിച്ച് അതിനെ പറ്റിയ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഈ 3 മണിക്കൂറിൽ പെടുന്നില്ല കേട്ടോ. അതായത് നമ്മൾ ഒരു ദിവസം പഠിക്കാനാണ് 3 മണിക്കൂർ, റിവൈസ് ചെയ്യണതും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണതും പക്ക വേറെയാണ് സംഭവമാണ്. അതൊരിക്കലും ഈ നമ്മൾ പഠിക്കാൻ വെക്കുന്ന 3 മണിക്കൂർ പെടുന്നില്ല. പിന്നെ 13ാമത്തെയും 14ാമത്തെയും വീക്കിൽ ചെയ്യാണ് തെർമോഡൈനാമിക്സും അതുപോലെ തന്നെ കൈനറ്റിക്സും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഗ്യാസസ് ലോ അതൊക്കെ നമ്മൾ അവിടെയും പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അബ്സോർപ്ഷൻ ഇക്വിലിബ്രിയം ഒക്കെ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ടോപ്പിക്സിലും പഠിക്കുന്നുണ്ട്, ഡിഗ്രിയിലും പഠിക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക, റിവൈസ് ചെയ്യുക. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഉണ്ട്, അത് പഠിക്കുക. പിന്നെ ഒരുപാട് എക്സാമ്പിൾസ് വരുന്ന ഏരിയ ഉണ്ട്, അത് പഠിക്കുക. അങ്ങനെ ഒരു കറക്റ്റ് ഓർഡറിൽ പഠിച്ചു പോവുക. പിന്നെ റിവൈസ് ചെയ്ത് ഇത് നമ്മുടെ പക്കാക്കി വെച്ച് പോവാം. പിന്നെ മോഡ്യൂൾ 8 എന്ന് പറയുന്നത് ലാസ്റ്റ് മോഡ്യൂളാണ്. അത് ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് പോളിമേഴ്സാണ്. അത് ഓർഗാനിക് സ്ട്രക്ചറിന് ചിലപ്പോൾ നോമൻക്ലേച്ചർ ആയിരിക്കും, എങ്ങനെ പേര് എഴുതാമെന്നോ ഐസോമറിസം പറയാനും ചില സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ റിയാക്ഷൻ ഇതൊക്കെ ചെറിയ ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ ഹൈസ്കൂളിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഹൈസ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡെയിലി വേജ് ആയിട്ടൊക്കെ പോകുന്ന ടീച്ചേഴ്സിന് അറിയാൻ പറ്റുന്നുണ്ടാകും. നമ്മൾ ഹൈസ്കൂൾ ടോപ്പിക്കിലേ ഉള്ള കാര്യങ്ങളാണ്. ഇത് ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. അത് അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ബയോമോളിക്യൂൾസും വൈറ്റമിൻസ് അതൊക്കെ നമ്മൾ ഡിഗ്രിയിൽ നമ്മൾ പ്ലസ് 2 പഠിക്കുന്നത് പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളും നോക്കുക, പിന്നെ റിവൈസ് ചെയ്ത് പോവാം. പിന്നെ നമ്മൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഓരോ കൺസെപ്റ്റ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ആയിരിക്കും ഈസി. ചിലർക്ക് ചില കോൺസെപ്റ്റ് ഭയങ്കര ഈസി ആയിരിക്കും, ചിലർക്ക് ചില ഇത്
ടഫായിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ വീക്കിൽ ഫൈനൽ വീക്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ടഫായുള്ള ഏരിയ ഉണ്ടാവില്ല, അവിടെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക, ഒന്നും കൂടെ പഠിക്കുക, പിന്നെ വീണ്ടും റിവൈസ് ചെയ്യുക, പഠിക്കുക. അങ്ങനെ നമുക്ക് ഭയങ്കര ടഫാണ്, ബുദ്ധിമുട്ടാണ്, എനിക്കിത് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഏരിയകൾ കണ്ടെത്തി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഏരിയ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പിന്നെ 89 ദിവസം ഫുൾ ലെങ്ത് പ്രാക്ടീസ് ടെസ്റ്റ്, അതായത് ഇതുവരെ പഠിച്ച ടോപ്പിക്കിൽ മൊത്തം മോഡൽ എക്സാം ഫുൾ ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് 19th ഫൈനൽ റിവ്യൂ ആൻഡ് സെൽഫ് അസസ്മെൻറ്റ്. അതായത് ഈ 90 ദിവസം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ദിവസം ഒരു മെയിൻ സാധനം, ഒരു ഡയറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു നോട്ട് പാഡ് ആയിക്കോട്ടെ, നിങ്ങൾ കീപ്പ് ചെയ്യുക. Day 1 എന്ന് എഴുതുക, Day 1 ഡേറ്റ് എഴുതുക, അന്ന് എന്തൊക്കെ പഠിച്ചു എന്ന് എഴുതുക, റിവിഷൻ ചെയ്തിട്ടെങ്കിൽ റിവിഷൻ എഴുതുക, എക്സാം നടത്തിയിട്ടെങ്കിൽ എക്സാം എഴുതിയിട്ട് എത്രയിലാണ് എക്സാം നടത്തിയത്, എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ സെൽഫായിട്ടൊന്ന് അസസ് ചെയ്യുക. എന്നിട്ട് 90ാമത്തെ ദിവസം നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ അസസ് ചെയ്യണം. പിന്നെ 90ാമത്തെ ദിവസം വരുമ്പോഴേക്ക് എന്ത് ചെയ്യും, ജൂണിലൊക്കെ ആകുമ്പോഴേക്കും സ്കൂൾ തുറക്കും. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും പഠിക്കാൻ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും ഇതുപോലെ പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, അവരത് കണ്ടറിഞ്ഞ് തന്നെ അവർക്ക് അവരുടെ രീതിയിൽ അവരവരുടെ ടൈം ടേബിൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് സെറ്റ് ചെയ്ത് മാക്സിമം പെട്ടെന്ന് തീർക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് തീർത്ത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. കാരണം റിവിഷനാണ് ഒരു എക്സാമിൻ്റെ റാങ്കും, എക്സാമിലോട്ട് എങ്ങനെ നമ്മൾ ആ എക്സാമിനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ ആ എക്സാമിലെ നമ്മുടെ പെർഫോമൻസ് നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഇരിക്കുക. നമ്മൾ എത്രത്തോളം ഡീപ്പിൽ കണ്ടൻറ്റ് പഠിച്ചു എന്നുള്ളതിലല്ല, നമ്മൾ എത്രത്തോളം നമ്മൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്ത് നമ്മൾ പക്കാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മുടെ എക്സാമിൻ്റെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. പിന്നെ അഡീഷണലായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു ദിവസം 30 മിനിറ്റ് നമ്മളെന്ത് ചെയ്യുക, റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രീവിയസ് ഡേ പഠിച്ചതിൻ്റെ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം 30 മിനിറ്റ് മാറ്റി വയ്ക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം കളക്ട് ചെയ്യുക. അധികമൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ സെൽഫായിട്ടൊന്ന് അസസ് ചെയ്യുക, എനിക്ക് എത്ര മാർക്ക് കിട്ടി, എനിക്ക് ഏത് മാർക്ക് ഭാഗത്തു നിന്നാണ് പോകുന്നത്, ഞാൻ പഠിച്ച ഭാഗത്തു നിന്ന് എനിക്ക് മാർക്ക് നഷ്ടമാകുന്നുണ്ടോ, അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് നഷ്ടമാകുന്നത് അതൊന്ന് നോക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ ചില പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ചില ഇപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ കുറേ ഉദാഹരണങ്ങൾ അങ്ങനെ നമുക്ക് കിട്ടാത്ത ഏരിയാസ് ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലാഷ് കാർഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു നോട്ടാക്കിയിട്ടൊക്കെ ഒട്ടിച്ച് വയ്ക്കുക. ചില ആളുകൾക്ക് ഒട്ടിച്ച് വയ്ക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചെറിയ ഫ്ലാഷ് കാർഡ് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ, A4 ആപ്പിൾ, B4 ബാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പറവ പാറി 2 ഫ്ലാഷ് കാർഡ് വെച്ച് ഒന്നിച്ച് വെക്കുന്നതൊക്കെ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫ്ലാഷ് കാർഡോ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ വേണ്ട സാധാ ഒരു നോട്ട് പേപ്പറിൽ എഴുതിയിട്ട് വലുതാക്കി എഴുതിയിട്ട് കയ്യിൽ വയ്ക്കുക. ജസ്റ്റൊക്കെ കാണുമ്പോൾ വെറുതെ നടക്കുമ്പോഴോ ആ സൈഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് മറിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഇപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ഉദാഹരണങ്ങൾ, പയോണിക് ക്രിസ്റ്റലിൻ്റെ എക്സാമ്പിൾസ്, അപ്പോൾ എക്സാമ്പിൾസ് എഴുതിയിട്ട് ഒരു ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അത് മനസ്സിൽ രജിസ്റ്റർ ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്ത് എപ്പോൾ ഏത് ഉറക്കത്ത് ചോദിച്ചാലും ആര് ചോദിച്ചാലും പറയാവുന്ന രീതിയിൽ എത്തിക്കഴിയുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതേപോലെ തന്നെ HSC ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് സ്റ്റഡീസ് പ്ലാൻ ചെയ്യാം. അവരായിട്ട് വിളിച്ചിട്ട് പിന്നെ അതായത് ഈ 3 മണിക്കൂർ അല്ലാത്ത സമയത്ത് കേട്ടോ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇന്ന ടോപ്പിക്കാണെന്ന് പഠിച്ചിട്ടുള്ളത്, നീ ഏതാ പഠിച്ചത്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ഇതാക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ അത് എന്ത് ചെയ്യാം, നമുക്ക് മെമ്മറി പവർ എൻഹാൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ച് പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരിങ്ങോട്ട് പറഞ്ഞു വരുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥലം എപ്പോഴും ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കാതെ ചിലപ്പോൾ ഒന്നുകൂടെ കാമായിട്ടുള്ള വേറെ സ്ഥലത്ത് പോയിരുന്ന് പഠിക്കുന്നതും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു ഏരിയ മാറി അല്ലെങ്കിൽ കളറ് മാറി പഠിക്കുക എന്നൊക്കെ പറയല്ലേ, അത് കുറച്ചും കൂടെ ഒക്കെ പഠിക്കാനും ഓർക്കാനൊക്കെ എളുപ്പമായിരിക്കും.